രാത്രി ഏറെ ശാന്തമായ സമയത്ത് മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു. പുറം ലോകത്തിലെ ശബ്ദങ്ങൾ മങ്ങുമ്പോൾ ഉള്ളിലെ ശബ്ദം കേൾക്കാൻ തുടങ്ങും. ആ നിമിഷത്തിലാണ് പലർക്കും ഒരു വിചിത്രമായ അനുഭവം ഉണ്ടാകുന്നത്. കണ്ണുകൾ അടച്ചിട്ടും ഒരു ലോകം തുറക്കുന്നത് പോലെ തോന്നും. പുറത്ത് ഒന്നും കാണുന്നില്ല, പക്ഷേ ഉള്ളിൽ ചിത്രങ്ങൾ കാണുന്നു. ഓർമ്മകൾ, സ്വപ്നങ്ങൾ, ചിലപ്പോൾ ഇതുവരെ സംഭവിക്കാത്ത സംഭവങ്ങൾ പോലും മനസ്സിൽ തെളിയും. ചിലരെ ആദ്യമായി കാണുമ്പോൾ തന്നെ വിശ്വാസം തോന്നും. ചില സ്ഥലങ്ങളിൽ പോയാൽ മുമ്പ് വന്നതുപോലെ അനുഭവപ്പെടും. ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം പറയുന്നത് പോലെ തോന്നും. മനുഷ്യ ചരിത്രം ഈ അനുഭവത്തെ ഒരു പേര് വിളിച്ചു. ആ പേരാണ് തേർഡ് ഐ, മൂന്നാം കണ്ണ്. പുരാതന ഇന്ത്യയിൽ ധ്യാനികളും യോഗികളും മനുഷ്യ ശരീരം വെറും മാംസവും അസ്ഥിയും കൊണ്ടുള്ള ഘടനയല്ലെന്ന് വിശ്വസിച്ചു. ശരീരത്തിനുള്ളിൽ എനർജി പ്രവാഹമുണ്ടെന്ന് അവർ അനുഭവിച്ചു. ശ്വാസത്തെ നിയന്ത്രിച്ച് മനസ്സിനെ ശാന്തമാക്കി ദീർഘകാല ധ്യാനത്തിലൂടെ അവർ ഒരു പുതിയ ബോധാവസ്ഥ അനുഭവിച്ചു. നെറ്റിയുടെ മധ്യത്തിൽ സമ്മർദ്ദം പോലെ തോന്നുന്ന അനുഭവം പലരും വിവരിച്ചു. അതാണ് പിന്നീട് ആജ്ഞാചക്രം എന്ന് അറിയപ്പെട്ടത്. ഈ ചക്രം തുറന്നാൽ മനുഷ്യൻ സാധാരണ കണ്ണുകൾ കാണാത്ത സത്യം കാണുമെന്ന് അവർ വിശ്വസിച്ചു. ഇതിനെ ജ്ഞാനത്തിൻ്റെ വാതിൽ എന്നും വിളിച്ചു. പുറത്തുള്ള ലോകത്തേക്കാൾ ഉള്ളിലെ ലോകം യാഥാർത്ഥ്യമാണെന്ന് അവർ പറഞ്ഞു. ഹിന്ദു തത്വചിന്തയിൽ ശിവയുടെ മൂന്നാം കണ്ണ് ഒരു വലിയ പ്രതീകമാണ്. ആ കണ്ണ് തുറക്കുമ്പോൾ അജ്ഞാനം നശിക്കുന്നു എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അത് ഡിസ്ട്രക്ഷൻ അല്ല, എവേക്കനിങ് ആണ്. സത്യബോധം വന്ന നിമിഷം പഴയ ബ്രഹ്മങ്ങൾ അപ്രത്യക്ഷമാകുന്നു എന്ന ആശയം ഉണ്ടാകുന്നു. ഇത് മതകഥകളുടെ ഭാഗം മാത്രമാണെന്ന് പലർക്കും തോന്നാം. പക്ഷേ അത്ഭുതകരമായ കാര്യം എന്തെന്നാൽ ആധുനിക ശാസ്ത്രവും മനുഷ്യൻ്റെ തലച്ചോറിൽ അതിശയകരമായ ഒരു കേന്ദ്രം കണ്ടെത്തി. പീനൽ ഗ്ലാൻഡ്. തലച്ചോറിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ ഗ്രന്ഥി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആത്മീയ ഗ്രന്ഥങ്ങളിൽ വിവരണം ചെയ്ത സ്ഥാനത്തോട് വളരെ അടുത്തതാണ്. ഫ്രഞ്ച് തത്വചിന്തകനായ റെനി ഡെസ്കാർട്ടസ് പീനൽ ഗ്ലാൻഡിനെ ആത്മാവിൻ്റെ സിംഹാസനം എന്ന് വിശേഷിപ്പിച്ചു. കാരണം ബ്രെയിനിൻ്റെ രണ്ട് ഭാഗങ്ങൾക്കിടയിൽ ഒറ്റയ്ക്കുള്ള ഘടനയായിരുന്നു അത് എന്നുള്ളതാണ്. പീനൽ ഗ്ലാൻഡ് മെലറ്റോണിൻ എന്ന ഹോർമോണിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ഉറക്കം നിയന്ത്രിക്കുന്നു. പകൽ വെളിച്ചത്തിൽ അത് ശാന്തമാണ്. രാത്രി ഇരുട്ട് വന്നാൽ അത് വീണ്ടും സജീവമാകും. അതുകൊണ്ടാണ് മനുഷ്യൻ രാത്രിയിൽ സ്വപ്നങ്ങൾ കാണുന്നത്. സ്വപ്നങ്ങൾ മനുഷ്യൻ്റെ യാഥാർത്ഥ്യബോധത്തെ മാറ്റുന്ന അനുഭവങ്ങളായി മാറുന്നത്. സ്വപ്നം കാണുമ്പോൾ ബ്രെയിൻ യഥാർത്ഥവും അല്ലെങ്കിൽ യഥാർത്ഥമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നില്ല. അപ്പോൾ ചോദ്യം ഉയരുന്നു, യാഥാർത്ഥ്യം എന്താണ്? കണ്ണുകൾ തുറന്ന് കാണുന്നതാണോ അല്ലെങ്കിൽ മനസ്സ് അനുഭവിക്കുന്നതാണോ യാഥാർത്ഥ്യം? ധ്യാനം ചെയ്യുന്ന ആളുകളിൽ ബ്രെയിൻ വേവ്സ് മാറുന്നുവെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണ അവസ്ഥയിൽ ബ്രെയിൻ മെറ്റാ വേവ്സിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ ആഴത്തിലുള്ള ധ്യാനത്തിൽ ആൽഫ തീറ്റ വേവ്സ് സജീവമാകും. ഈ അവസ്ഥയിൽ മനുഷ്യൻ സമയം മന്ദഗതിയിലായതുപോലെ തോന്നും. ശരീരപരിധി ഇല്ലാതാകുന്നത് പോലെ അനുഭവപ്പെടാം. ചിലപ്പോൾ ഇൻറ്റൻസ് ക്ലാരിറ്റി ഉണ്ടാകും. ഇതിനെ പലരും തേർഡ് ഐ അവേക്കനിങ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഒരു പ്രധാന സത്യം മനസ്സിലാക്കണം. തേർഡ് ഐ ഒരു പക്ഷേ പുതിയ ഒരു കണ്ണ് തുറക്കുന്നതല്ല, അത് പെർസെപ്ഷൻ മാറുന്നതാണ്. ലോകം അതേ തന്നെയായിരിക്കാം, അതുപോലെ തന്നെ ഇരിക്കും. പക്ഷെ കാണുന്ന വ്യക്തിക്ക് ജസ്റ്റ് ഒന്നും മാറ്റം സംഭവിച്ചിരിക്കാം. അതായിരിക്കും തേർഡ് ഐ എന്ന് പറയപ്പെടുന്നു. ഒരു കുഞ്ഞ് ലോകത്തെ കാണുന്ന രീതിയും അതുപോലെ പ്രായപൂർത്തിയായ വ്യക്തി ആ ലോകത്തെ കാണുന്ന രീതിയും രണ്ടും വ്യത്യസ്തമാണ്. കാരണം അനുഭവവും പെർസെപ്ഷനും രണ്ടും മാറ്റം വരുന്നു എന്ന് കാണാം. അതുപോലെ തന്നെ ആഴത്തിലുള്ള സെൽഫ് അവെയർനെസ് മനുഷ്യൻ്റെ പെർസെപ്ഷൻ മുഴുവൻ മാറും. മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിൽ പുറത്തുള്ള വിവരങ്ങളിൽ മുഴുകിയിരിക്കുന്നു. ഫോൺ, സ്ക്രീനുകൾ, സോഷ്യൽ മീഡിയ, ശബ്ദം, സമ്മർദ്ദം. ബ്രെയിൻ ഒരിക്കലും വിശ്രമിക്കുന്നില്ല. അതുകൊണ്ട് ഉള്ളിലെ ബോധം മറഞ്ഞു പോകുന്നു. പക്ഷേ സൈലൻസിൽ ബ്രെയിനിന് മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. സബ് കോൺഷ്യസ് മൈൻഡ് സർഫേസിലേക്ക് വരും. ഇൻറ്റ്യൂഷൻ ശക്തമാകും. ചിലപ്പോൾ സംഭവങ്ങൾ മുൻകൂട്ടി തോന്നും. ചില ആളുകളെക്കുറിച്ച് ഉടനെ ഒരു അനുഭവം ഉണ്ടാകും. ഇത് സൂപ്പർ നാച്ചുറൽ അല്ല, ബ്രെയിൻ കൂടുതൽ ആഴത്തിൽ പാറ്റേൺ തിരിച്ചറിയാൻ തുടങ്ങുന്നതാണ്. പുരാതന ഗുരുക്കന്മാർ തേർഡ് ഐ തുറക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ സൂചിപ്പിച്ചത് ഒരുപക്ഷെ അവയർനെസ് വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. സ്വന്തം ചിന്തകളെ നിരീക്ഷിക്കാൻ കഴിയുന്ന അവസ്ഥ. മനുഷ്യനെ
മനുഷ്യൻ്റെ മനസ്സിനെ മനസ്സിലാക്കുന്ന ബോധം. ഒരു മനുഷ്യൻ തൻ്റെ ചിന്തകളെ കാണാൻ തുടങ്ങുന്ന നിമിഷം അവൻ ചിന്തകളുടെ അടിമയാകുന്നു എന്ന് നിർത്തുന്നു. ആ നിമിഷം ഫ്രീഡം അവൻ ആരംഭിക്കുന്നു. അതുകൊണ്ടാണ് പല ആത്മീയ പാരമ്പര്യങ്ങളിലും ധ്യാനം, ശ്വാസബോധം, നിശബ്ദത എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അവ തേടൈ തുറക്കാനുള്ള എക്സക്കീയായി വിവരണം ചെയ്യപ്പെട്ടു. എന്നാൽ ഇതിൻ്റെ മറ്റൊരു വശം കൂടിയുണ്ട്. മനുഷ്യൻ അറിയാത്തതിനെ മിസ്റ്റിക് ആക്കാൻ ഇഷ്ടപ്പെടുന്നു. ചിലപ്പോൾ ഇമാജിനേഷൻ അനുഭവങ്ങളെ സൂപ്പർ നാച്ചുറലായി വ്യാഖ്യാനിക്കും. അതുകൊണ്ട് തേടൈ അതിശയകരമായ അതിഭൗതിക ശക്തിയായി കാണുന്നത് തെറ്റിദ്ധാരണയായേക്കാം. ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ ഇത് ഹൈറ്റൻഡ് അവയർനെസ്, ആത്മീയതയുടെ ഭാഷയിൽ അത് എവേക്കനിങ്. രണ്ട് വഴികളിലും ഒരേ അനുഭവത്തിലേക്കാണ് ചെന്നെത്തിക്കുന്നത്. യൂണിവേഴ്സിനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് പുറം ലോകം മാത്രമാണ്. പക്ഷെ മനുഷ്യൻ്റെ ഉള്ളിലെ യൂണിവേഴ്സ് അതിനേക്കാൾ വലുതാണ്. ഓർമ്മകൾ, വികാരങ്ങൾ, സ്വപ്നങ്ങൾ, അങ്ങനെ ചിന്തകൾ, ഇവയെല്ലാം ഇൻവിസിബിൾ റിയാലിറ്റിയാണ്. തേടൈ ഒരുപക്ഷെ ഈ ഇൻവിസിബിൾ റിയാലിറ്റി കാണാനുള്ള കഴിവാണ്. ഒരു ദിവസം മനുഷ്യൻ പുറം ലോകത്തെ മുഴുവൻ അന്വേഷിച്ചേക്കാം. പക്ഷേ ഏറ്റവും വലിയ രഹസ്യം ഇപ്പോഴും അവൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. തേടൈ യാഥാർത്ഥ്യമാണോ എന്നുള്ളത് ഒരുപക്ഷെ അത് തുറക്കേണ്ട ഒരു അവയവമല്ല, മറിച്ച് ഉണരേണ്ട ഒരു ബോധം മാത്രമാണ്. കണ്ണുകൾ ലോകത്തെ കാണിക്കുന്നു, പക്ഷേ ബോധം സത്യത്തെ കാണിക്കുന്നു. കോസ്മിക് ഹിഡൻ 9 നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ കാണുന്നത് ലോകമാണോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ പ്രതിഫലനമാണോ? രാത്രിയിൽ കണ്ണുകൾ അടച്ച ഒരു നിമിഷം ശാന്തമായിരിക്കുക. പുറത്തെ ലോകം മങ്ങുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അന്വേഷിച്ച് നടന്ന തേടൈ ഇതിനകം തന്നെ തുറന്നിരിക്കുന്നതായി നിങ്ങൾക്ക് തിരിച്ചറിയാനാവും.